ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഐറ്റം ചിക്കൻ 65 ആണ്. നമ്മളെല്ലാവരും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും, ബട്ട് ഇത് വേറെ ഒരു ചിക്കൻ 65 ആണ്. അപ്പോൾ വളരെ കുറഞ്ഞ കോസ്റ്റിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ 65. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ 65 തയ്യാറാക്കാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 kg ചിക്കനാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ പൊടികൾ 1 സ്പൂൺ കുരുമുളക് പൊടി, ഇത് ഫുഡ് കളറാണ്, ആവശ്യമുള്ളവർ മാത്രം ചേർക്കുക. 1 സ്പൂൺ ചെറിയ ജീരകപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, ഉപ്പ് പാകത്തിന്. ഇത് ചിക്കൻ 65 മസാല 1 ടേബിൾ സ്പൂൺ, 1/2 കപ്പ് കോൺഫ്ലവർ, ഒരു 1/4 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വിനെഗർ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് കോൺഫ്ലവർ, മൈദ 1/4 കപ്പ്, ജിഞ്ചർ ഗാർലിക് 1 ടേബിൾ സ്പൂൺ, മസാലപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, ഫുഡ് കളർ, ചെറിയ ജീരകപ്പൊടി 1 സ്പൂൺ, 65 മസാല 1 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്. വൺ ടേബിൾ സ്പൂൺ വിനെഗർ. നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു കൺസിസ്റ്റൻസി നല്ല രീതിയിൽ വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രീതിയിൽ വേണം നമ്മളത് വാട്ടർ മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. അത് ഓവറായിട്ട് വാട്ടർ ചേർക്കരുത്. പിന്നെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നല്ല രീതിയിൽ കഴുകിയിട്ട് നല്ല രീതിയിൽ വെള്ളം പോകുന്നവരെ വാർത്ത് വെച്ചിട്ട് വേണം ഇതിലോട്ട് ഇടാനായിട്ട്. എക്സ്ട്രാ വാട്ടറൊന്നും കയറാൻ പാടില്ല കേട്ടോ. സോ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മസാല പിടിക്കുന്ന രീതിയിൽ തന്നെ മിക്സ് ആക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 3 to 4 hours ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ടിടാം. ഓക്കെ, അപ്പോൾ ഓയിൽ നല്ല പോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ പീസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഉള്ളൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കൊരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ നല്ല സ്മൂത്തായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വളരെ നൈസ് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഹായ്, അപ്പോൾ നമ്മുടെ ചിക്കൻ 65 എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസ് ആരും കമൻറ്റുകളൊന്നും അയക്കുന്നില്ല. തീർച്ചയായിട്ടും കമൻറ്റുകളൊക്കെ അയക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് അയക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.